ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായി സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞച്ചൻ്റെ 60ാം പിറന്നാൾ ആഘോഷമാണ് കേട്ടോ. ഷഷ്ടി പൂർത്തി എന്ന് പറയും. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞച്ചനാണ്. കുഞ്ഞച്ചൻ്റെ കൂടെയാണ് ഞാൻ പന്തൽ പണി, അതുപോലെ തന്നെ കിണർ കുത്ത്, അങ്ങനെയുള്ള പണികൾക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അന്ന് ഏകദേശം ചെറുപ്പത്തിലാണ്, ഒരു 8-ലോ 9-ലൊക്കെ പ്രായത്തിലാണ് ഞാൻ അങ്ങനെ ഏറ്റവും കൂടുതൽ പോയേക്കണത് തന്നെ. പന്തൽ പണി ആയാലും അത് കഴിഞ്ഞിട്ട് തന്നെ 10 കഴിഞ്ഞിട്ട് +1 ആ സമയത്തൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞച്ചൻ്റെ കൂടെ. കിണർ പണി ചേറ് കോരാനും അതുപോലെ തന്നെ നമ്മുടെ പന്തൽ കെട്ടാനൊക്കെ ഇങ്ങനെ പോകാറുണ്ട് കല്യാണത്തിന്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇല്ലാട്ട കിട്ടുക, നമുക്ക് ഭക്ഷണമാണ് കിട്ടുക. അപ്പോൾ ഭക്ഷണം മധ്യാവോളം കിട്ടും കേട്ടോ. പൊറോട്ടയും ചിക്കനൊക്കെ ആയിട്ടാണ് കഴിക്കുക. അപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ ഉണ്ടാവുള്ള പണി. പന്തലൊക്കെ ആണെങ്കിൽ, കിണർ പണിയാണെങ്കിൽ ഒരു ഫുൾ ഡേ ഉണ്ടാവും. രാവിലെ 8:30 തൊട്ടിട്ട് തുടങ്ങും. അപ്പോൾ ആ കുഞ്ഞച്ചൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ പിറന്നാൾ 60ാം പിറന്നാളാണ്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞച്ചനാണ്. അപ്പോൾ അതേ എല്ലാവരും ഇവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 പേര് കണ്ട നമ്മൾ വീഡിയോ എടുക്കണതിൻ്റെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കീർത്തനയില്ല, കീർത്തന അവിടെയാണ്, 9ാം മാസമാണ്. അപ്പോൾ അത് കാരണം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അവിടെ കൊണ്ടുപോയി അവിടെ റെസ്റ്റിലാണ്. ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല, അവൾക്ക് പേരിക്കണം. ഇപ്പം എന്തായാലും ഈ വിശേഷത്തിന് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടുകാരും അതുപോലെ തന്നെ കുഞ്ഞച്ചൻ്റെ വീട്ടുകാരും കുറേ പേരുണ്ടാകും. ഇന്ന് പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഇതിനു മുമ്പ് ഒരു വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു, നമ്മുടെ വ്ളോഗിലുണ്ടായിരുന്നു. അതിൽ കണ്ട പോലെ തന്നെ ആയിരിക്കും ഇവിടെയും അതുപോലെ തന്നെ ആഘോഷങ്ങളും കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്നും സ്കിപ്പ് ചെയ്യരുത്, എല്ലാം നമ്മളിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം അപ്പുറത്തെ സെൻറ്ററിലാണ്. പക്ഷേ നമ്മൾ ആൾക്കാരുള്ള കാരണം ബൈക്ക് എടുക്കണതുകൊണ്ട് നല്ലത് കാർ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണാം കേട്ടോ. ഹായ് പറയാം. ഹായ്. ഇനി നമ്മുടെ കേക്ക് മുറി ചടങ്ങിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ വിളക്ക് കത്തിച്ചിട്ടാണ് നമ്മൾ കേക്ക് മുറിക്കുക. അപ്പോൾ അതേ വിജയിച്ചി, വൃന്ദേച്ചി, കുഞ്ഞച്ചൻ്റെ 2 മക്കളാണ് കേട്ടോ. വൃന്ദേച്ചി മൂത്തത്, വിജയിച്ചി ഇളയത്. ഈ കേക്ക് പിടിച്ച് നിൽക്കുന്നതാണ് വിജയിച്ചിയാണ് താഴെയുള്ളത്. അപ്പോൾ അതേ കേക്ക് ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ കുഞ്ഞച്ചൻ ദേ തൊട്ടടുത്ത് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. ആശംസകൾ അർപ്പിക്കുന്നു എല്ലാവരും. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കലാണ്. അപ്പോൾ വൃന്ദേച്ചിയും വിജയിച്ചിയുടെയും വകയായിട്ട് നല്ല ഒരു അടിപൊളി കൈച്ചെയിനാണ് കേട്ടോ അത് ഇവർ കൊടുത്തത്. അതുപോലെ തന്നെ പേരക്കുട്ടികളുടെ വക ചെറിയൊരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു. ചെറിയൊരു വാച്ചാണ് നമ്മുടെ ആവണി, ശിവാനി, അതുപോലെ തന്നെ അപ്പുക്കുട്ടൻ്റെ വക ഒരു അടിപൊളി വാച്ച്. അടുത്തതായി ഒരു സുഹൃത്ത് പെങ്ങളുടെ മകൻ പൊന്നാട് അണിയിച്ചു. അടുത്തതായി ശ്രീനാരായണ സേവാസമിതി കളങ്ങാട്ട് വരവുക ഒരു പൊന്നാട്. പെങ്ങളും പെങ്ങളുടെ മകളും
സങ്കടം തീർക്കണമേ ജീവിത മൺകുടം കാക്കണമേ പ്രവാഹം ഇതു കാക്കണേയോ വാഗത്താകിലേ അങ്ങനെ ഫംഗ്ഷനൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളതെല്ലാം പകർത്തി രാത്രിയിലേക്ക് ഉള്ള ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇനി നിൽക്കാൻ പോകുന്നത്. അമ്മായിമാരെല്ലാവരും ബിസിയാണ്, എല്ലാവരും അടുക്കളയിലാണ് നിൽക്കുന്നത്. പാത്രം കഴുകലും അതുപോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ പകർത്തി മാറ്റി വയ്ക്കലൊക്കെയാണ്. അതിൻ്റെ ഒരു തിരക്കിലാണ് എല്ലാവരും ഇപ്പോൾ ബിസി ആയിട്ട് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗിഫ്റ്റ് എന്താ പറയുക, നമ്മുടെ കുഞ്ഞച്ചന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തുറന്ന് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേ വൃന്ദേച്ചിയും അമ്മയൊക്കെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും അവരവരുടെ ജോലിയിൽ ബിസി ആയിട്ടിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ മുഖം ഇതുവരെയായിട്ട് നിങ്ങൾ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഞാനായിരുന്നു ഓടി നടന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നത്. അത് കാരണം എന്നെ അധികം ഈ വ്ളോഗിൽ അധികം കണ്ടിട്ടുണ്ടാവില്ല, ഇൻട്രോയിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഓടി നടന്ന് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇതേ മിത്തുപ്പച്ചേച്ചി ഇതേ ഇവിടെ കരയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് നാണായി ഗൈസ്. അപ്പോൾ ഇതേ പിള്ളേരൊക്കെ ഇവിടെ ഇരുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതേ ഇവിടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ മാച്ചിങ് കസാരയൊക്കെ ഉണ്ട്. ഒന്നും വാടകയ്ക്ക് നമ്മൾ എടുത്തതല്ല, നമ്മുടെ കുഞ്ഞച്ചൻ്റെ കയ്യിലുള്ളതാണ്. കുഞ്ഞച്ചന് പന്തൽ വർക്കാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് അതൊരു ലാഭം തന്നെയാണ്. പിന്നെ കാറ്ററിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ 2 കുഞ്ഞച്ചന്മാർ കാറ്ററിംഗ് നടത്തുന്നുണ്ട്. ഹായ് ഹായ് വാ വാ വാടാ ദേവാനന്ദ് ഉറക്കത്തിലടാ വാടാ നീ വാടാ. ഇതിന്നിട്ടാ എന്നിട്ട് സാധനം എന്തിട്ടത് ചിക്കനാവില്ല, ബീഫാവും. എന്താ വേണ്ടേ? നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ദിനകരമധ്യകം നാരായണം ദിവ്യകനകാംബരധരം നാരായണം
അപ്പോൾ നാമം ചൊല്ലി കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കുഞ്ഞച്ചന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും വന്നിട്ടുണ്ട്. അമ്മായിമാരുണ്ട്, പേരക്കുട്ടികളുണ്ട്, അതുപോലെ തന്നെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ കുഞ്ഞച്ചൻ്റെ ബന്ധുക്കാർ കുറച്ച് പേര് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കാമായിരുന്നു. കുറേ നല്ല അടിപൊളി ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇഷ്ടമായി. എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഇങ്ങനെ ഗിഫ്റ്റ് കാണാൻ വേറെ ലെവലാണ്. നമുക്കിങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ അത് എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കാണുമ്പോൾ അത് എൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും പിരിയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം 60ാം പിറന്നാളായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഈ വീട്ടിൽ ആഘോഷവും പാട്ടും കൂത്തും എല്ലാം ആയിട്ട് അടങ്ങുന്ന ഒരു സന്തോഷം, എല്ലാ വീട്ടുകാരും ഒരുമിച്ച് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയങ്ങളൊക്കെ നല്ലൊരു എനർജറ്റിക് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ യാത്ര പറയുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.